ഇന്ദ്രൻസിൻ്റെയും മധുബാലയും അഭിനയിച്ച ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഞാനൊരു പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് പോയത്. ബാലിൻ്റെ ടിക്കറ്റ് ഉച്ച കഴിഞ്ഞാണ് കിട്ടിയത്. അതുകൊണ്ട് ആണ് ചിന്ന ചിന്ന ആസയ്ക്ക് കയറിയത്. പക്ഷേ കയറിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കൊടുത്ത കാശ് മുതലായി എന്നുള്ള ചിന്ന ചിന്ന ആസയുടെ. കിടിലം പടം കേട്ടോ. കിടിലം പടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ മധുബാലയുടെയും പെർഫോമൻസ് മാത്രം മതി. അത്ര അടിപൊളി പെർഫോമൻസാണ്. കൂടാതെ DOP ക്യാമറ വർക്ക് അയ്യോ എന്ന് വെച്ചാൽ വാരണാസിയുടെയൊക്കെ ഫ്രെയിമൊക്കെ എടുത്തിരിക്കുന്ന ഒപ്പി എടുത്തിരിക്കുന്നതൊക്കെ കിഡിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാരണാസിയുടെ ഫ്രെയിം ഒപ്പി എടുത്തിരിക്കുന്നത് അടിപൊളി മ്യൂസിക്. പിന്നെ ചെറിയൊരു അപർണ ബാലമുരളീധരൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ വിക്രത്തിലെ ഒരു വില്ലൻ്റെ കൂടെയുള്ളൊരു ചെറിയ പൊക്കം കുറഞ്ഞ ഒരുത്തനില്ലേ, അവനൊക്കെ ഉണ്ട്. അവനൊക്കെ നല്ലൊരു അഭിനയമാണ് അവനൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് രംഗം എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണ് നിറയാതെ ആരും ക്ലൈമാക്സ് രംഗം കാണാതെ പോയില്ല. അതുപോലത്തെ കിട്ടില്ല ക്ലൈമാക്സാണ്. തിയേറ്ററിലൊക്കെ എല്ലാവരും ഏറ്റു നിന്ന് കൈയടിയായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ ഒരു മനുഷ്യനില്ലത് എല്ലാവരും കൈയടിച്ചിട്ടാണ് പടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത്ര ഒരു കിടിലം പടം. 2-3 പേരോ ഉള്ളെങ്കിലും ഒക്കെ ലാഗം നമുക്കൊന്നും ഒട്ടും തോന്നിയില്ല. നല്ല ഒഴുകി പോകുന്നൊരു സിനിമ പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ദ്രൻസിൻ്റെയൊക്കെ ഒരു പണ്ടത്തെ ഇന്ദ്രൻസിനെ ഞാൻ ഓർക്ക് വരുന്നു. മറ്റേ തോമാച്ചായ എന്നൊക്കെ വിളിച്ചിട്ട് വരുന്ന പണ്ടത്തെ സ്പടികത്തിലെ അതിൽ നിന്നൊക്കെ പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ പരിചയം ചെയ്ത് പുള്ളിക്ക് എത്ര വലിയ ലെവലിലെത്തി എന്നുള്ളത്, അഭിനയത്തിൻ്റെ ലെവലിലെത്തി എന്നുള്ളതാണ്. പുള്ളിയുടെ ക്ലൈമാക്സിലൊരു രംഗമൊക്കെ ഉണ്ട്. നമുക്ക് അടിപൊളി ഒരു സീനാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. കിട്ടില്ല പടം ധൈര്യമായിട്ട് പോയി കണ്ടു. പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിലും പടം വേറെ ലെവലാണ്. ആൾക്കാർ പറഞ്ഞ് തന്നെ പടത്തിന് കയറും എന്നുള്ള കാര്യം ഷുവറാണ്. അത്ര നല്ലൊരു, എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. എനിക്ക് കുറേ നാൾ കൂടി ഒരു നല്ലൊരു, നമുക്ക് തിയേറ്ററിലിരുന്ന് മുഴുകി കണ്ട ഒരു സിനിമ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ചിന്ന ആസൈ ധൈര്യമായിട്ട് കണ്ടു. ഒരു ഇത് മരിയല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു നഷ്ടം വരത്തില്ല. തിയേറ്ററിൽ കണ്ടാൽ നല്ല രസമായിരിക്കും. എന്ന് വെച്ചാൽ അതിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ടല്ലോ. OTTക്ക് വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ചിന്ന ആസൈ. ഓക്കെ.